ഹലോ. കുറേ നാളായി ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഇനി അങ്ങോട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു ബ്രൈഡ്സ്മെയ്ഡ് ലുക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടി മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഫേസ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേക്കപ്പിന് മുന്നേ ഞാൻ എങ്ങനെയാണ് ഫേസ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം ഞാൻ ഷാർലറ്റ് ടിൽബറിയുടെ ഈ ഒരു ഹോളിവുഡ് ഫ്ലോലെസ് ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഫേസ് കുറച്ചൊരു ഗ്ലോ ലുക്കിൽ നിൽക്കുന്നതാണ് ഇഷ്ടം. സോ ഫസ്റ്റ് ഞാൻ ഇത് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈകൊണ്ടാണെങ്കിലും അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു നാച്ചുറൽ ഗ്ലോ തോന്നുന്നില്ലേ? ഞാൻ ഇടയ്ക്ക് ഇത് മാത്രം അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോകാറുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 3 ഫെയർ. അടുത്തത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഹുഡ ബ്യൂട്ടിയുടെ ഈ ഒരു ഈസി ബ്ലർ ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് ഫൗണ്ടേഷൻ ആട്ടോ ഇത്. ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫൗണ്ടേഷൻ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ പോലെ തന്നെ ഫീൽ ചെയ്യുള്ളൂ. അടുത്തത് ഞാൻ മോർഫിൻ്റെ ഈ ഒരു സെറ്റിംഗ് പൗഡറാണ് എടുക്കുന്നത്. ജസ്റ്റ് ഐയുടെ താഴെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ആ ഒരു ഗ്ലോ വേണ്ടതുകൊണ്ട് ഫേസ് ഫുള്ള് ഞാൻ സെറ്റ് ചെയ്യുന്നില്ല. ഇനി ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പൗഡറാണ് എടുക്കുന്നത്. ഐബ്രോ ചെയ്യുന്നതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേ. ഇനി ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ ഒരു ഐബ്രോ ജെല്ലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അടുത്തത് ഐ മേക്കപ്പ് ചെയ്യാം. ഞാനിവിടെ ഡെനേസ മൈറിക്സിൻ്റെ ഈ ഒരു വിഷൻ ഫ്ലഷ് എന്ന് പറഞ്ഞിട്ടുള്ള ലിക്വിഡ് ഐ കളറാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ടോസ്റ്റഡ് ആൽമണ്ട്. ഇത് ലിപ് കളറായിട്ടും ബ്ലഷ് ആയിട്ടും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സെയിം ഷെയ്ഡ് തന്നെ ലോവർ ലാഷ് ലൈനിലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അടുത്തത് ഡെനേസ മൈറിക്സിൻ്റെ തന്നെ ഈ ഒരു ഐഷാഡോ പാലറ്റിൽ നിന്ന് ഈ ഒരു ഗ്ലിറ്ററി ഷെയ്ഡാണ് എടുക്കുന്നത്. ഒരു വിങ്ഡ് ഐലൈനർ ചെയ്യാം. ഞാനിവിടെ എടുക്കുന്നത് ഗേഡാക്റ്റിക്കിൻ്റെ ഈ ഒരു ഐലൈനർ മാർക്കറാണ്.
അടുത്തത് ഞാൻ ഗേളാക്റ്റിക്കിൻ്റെ തന്നെ ഈ ഒരു മസ്കാരയാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ലാഷസ് വെക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് തിക്കായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ഫേസിലെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി ബ്ലഷും ഹൈലൈറ്ററും ഒക്കെ അപ്ലൈ ചെയ്യാം. അതിനു മുന്നേ ഞാൻ ഗാലനിയുടെ ഈ ഒരു ബ്രോൺസർ പൗഡർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അടുത്തത് ബ്ലഷ് ഇടാം. നേരത്തെ ഞാൻ ഐ കളറിന് യൂസ് ചെയ്ത ഈ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ചീക്കിലും അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു 3-in-1 ആണ്. ലിപ്പിലും ചീക്കിലും ഐയിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അടുത്തത് ഞാൻ തിൻലിസിയുടെ ഈ ഒരു ഹൈലൈറ്റർ ആണ് എടുക്കുന്നത്. ഇതിൽ 3 ഷെയ്ഡ് ഉണ്ടായിരുന്നു. ഒരെണ്ണം എൻ്റെ നിന്ന് താഴെ വീണപ്പോൾ പൊട്ടിപ്പോയി. അപ്പം ഇതിലെ ഈ സെൻറ്ററിലുള്ള ഈ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത്. ഇനി ലിപ്സ്റ്റിക് ഇടാം. ഇവിടെ ഞാൻ ഈ സെയിം പ്രോഡക്റ്റ് തന്നെയാണ് എടുക്കുന്നത്. ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ ഇത് അപ്ലൈ ചെയ്തിട്ടില്ല. നല്ലതാണെങ്കിൽ ഇത് തന്നെ ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. കുറച്ച് ഡാർക്കാന്ന് തോന്നുന്നു. ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഒരു കോഫി കളറാണ്, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. മറ്റേ ലിപ് കളർ കുറച്ച് ഡാർക്കായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മേളിൽ വേറൊരു ഷെയ്ഡും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഓഫ് റൈഡ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. മുടി അഴിച്ചിടണോ അതോ ബൺ ചെയ്യണോ എന്നൊന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ആദ്യം ഞാൻ ഹെയർ അഴിച്ചിടാന്നായിരുന്നു വിചാരിച്ചത്, പക്ഷെ ബൺ ചെയ്ത് കഴിഞ്ഞപ്പം അത് കുറച്ചുകൂടി ഇഷ്ടമായി. പിന്നെ ഈ ജ്വല്ലറി സെറ്റ് എനിക്ക് ടെമൂന്ന് കിട്ടിയതായിരുന്നു. അതുപോലെ തന്നെ ലെൻസ് TTDയുടെ റിയൽ കാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.